ഇന്ന് വലിയ ആരവങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ കഴിഞ്ഞ് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയും കഴിഞ്ഞ് പാർലമെന്റ് സമ്മേളിക്കുന്ന ദിവസമാണ്. പാർലമെന്റിന്റെ സമ്മേളനം ആരംഭിക്കുന്നു. രാജ്യസഭയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇന്ന് പാർലമെന്റ് കവാടത്തിൽ തന്നെ ധർമ്മേന്ദ്ര പ്രധാൻ എത്തിയപ്പോൾ പ്രതിഷേധമാണ് നമ്മൾ കണ്ടത്. പാർലമെന്റിന്റെ ഇരു സഭകളും ഇത് സമ്മേളനം ആരംഭിക്കുകയാണ്. പ്രധാൻ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യത്തോടെയാണ് പാർലമെന്റ് കവാടത്തിൽ ധർമ്മേന്ദ്ര പ്രധാനെ ഇന്ന് എതിരേറ്റത് പ്രതിപക്ഷം. ഇപ്പോൾ ഇരുസഭകളിലും നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. 48 किलोग्राम वर्ग की प्रतियोगिता में शानदार प्रदर्शन करते हुए स्वर्ण पदक जीता है। इस प्रतियोगिता में श्री ऋषिकांत सिंह चनम्बम तथा श्री राजा मुत्थु पांडी ने उत्कृष्ट प्रदर्शन करते हुए रजत पदक जीता है। राष्ट्रमंडल खेलों में भारत के पैरा पावर लिफ्टर श्री झंडू कुमार ने कांस्य पदक जीतकर बड़ी उपलब्धि हासिल की है। मैं सदन की ओर से जीतने वाले सभी खिलाड़ियों को, उनके कोच एवं टीम इंडिया को इस ऐतिहासिक उपलब्धि पर हार्दिक बधाई तथा भविष्य के लिए शुभकामनाएं देता हूं। प्रश्नकाल। मैं सदन में व्यवस्था दे चुका हूं कि प्रश्नकाल के अंदर कोई भी मुद्दे और विषय को नहीं उठाया जाएगा। प्रश्नकाल में केवल माननीय सदस्य जिनके प्रश्न लगे हैं उनके प्रश्न के उत्तर सरकार देगी। ये एक जवाबदेही व्यवस्था का प्रश्न है और प्रश्नकाल में सरकार की जवाबदेही होती है और महत्वपूर्ण विषय, कठिनाई, चुनौतियों पर, वैश्विक मुद्दों पर भी और देश के मुद्दों पर भी प्रश्नकाल में जवाब दिया जाता है। मेरा आपसे आग्रह है प्रश्नकाल चलाने में सहयोग पैदा करें। आप प्रश्नकाल में गतिरोध पैदा कर सदन के अंदर ये अच्छा प्रयास नहीं है। माननीय सदस्यगण, मैं फिर माननीय सदस्य से आग्रह करता हूं, ये सदन है जो दुनिया का सबसे बड़ा लोकतंत्र है। इसकी मर्यादाएं और इसकी सारी व्यवस्थाओं की जिम्मेदारी सभी माननीय सदस्यों की है। मैं कुछ दिनों से माननीय सदस्यों के व्यवहार आचरण को देख रहा हूं। ये सदन की मर्यादाओं के आचरण के अनुरूप नहीं है, ये उचित नहीं है। मैं फिर आपसे आग्रह कर रहा हूं, ऐसे माननीय सदस्यों के खिलाफ मुझे कार्रवाई करनी पड़ेगी जो सदन की मर्यादाओं, परंपराओं को समाप्त करने का प्रयास कर रहे हैं। आप जाइए अपने अपने सदन बैठिए। ये सदन है, सदन की मर्यादा बनाना रखना आपकी जिम्मेदारी है। इसकी प्रतिष्ठा बनाए रखने की जिम्मेदारी आपकी है। आप संवाद करो, चर्चा करो, महत्वपूर्ण मुद्दों पर बात करो, लेकिन तख्तियां लेकर आना ये उचित नहीं है। आप प्रश्नकाल में गतिरोध पैदा करना चाहते हैं, आपके प्रश्न हैं, महिला सांसद के प्रश्न हैं। सदन की कार्रवाई आज 12 बजे तक के लिए स्थगित की जाती है। ബഹളത്തെ തുടർന്ന് ലോക്സഭ ഇപ്പോൾ പിരിഞ്ഞിരിക്കുകയാണ്. വിഷ്ണു പ്രസാദ് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. വിഷ്ണു, ഇന്ന് നിർണായകമായ ബിൽ അവതരണം ഉൾപ്പെടെ ലക്ഷ്യമിട്ടിരുന്നു. പക്ഷേ തുടക്കത്തിൽ തന്നെ നമുക്ക് ചില സൂചനകൾ കിട്ടി. ഇപ്പോൾ ഇതാ പാർലമെന്റ് നടപടികൾ ആരംഭിക്കുമ്പോൾ തന്നെ പ്രതിഷേധമാണ്. രാജ്യസഭയിലും ഇത് തന്നെയാണോ അവസ്ഥ? എന്താണ് വിശദാംശങ്ങൾ?
सभी माननीय सदस्यों की है। मैं कुछ दिनों से माननीय सदस्यों के व्यवहार आचरण को देख रहा हूँ। ये सदन की मर्यादाओं के आचरण के अनुरूप नहीं है, ये उचित नहीं है। मैं फिर आपसे आग्रह कर रहा हूँ, ऐसे माननीय सदस्यों के खिलाफ मुझे कार्रवाई करनी पड़ेगी जो सदन की मर्यादाओं परंपराओं। പാർലമെന്റ് സമ്മേളനം തുടങ്ങുമ്പോൾ മുതൽ തന്നെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് വലിയ പ്രതിഷേധമാണ് നമ്മൾ കാണുന്നത്. ബഹളത്തെ തുടർന്ന് ലോക്സഭ താൽക്കാലികമായി പിരിഞ്ഞു. വിഷ്ണു പ്രസാദ് വിവരങ്ങളുമായി. വിഷ്ണു, പ്രതിപക്ഷം എങ്ങനെയാണ് ഈ വിഷയം മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത് എന്നതിന്റെ സൂചനകൾ തന്നെയല്ലേ ഇപ്പോൾ നമുക്ക് പാർലമെന്റിന്റെ ഇരുസഭകളിൽ നിന്നും ലഭിക്കുന്നത്? തീർച്ചയായും പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്ന് രാവിലെ സഭ ചേർന്നത് മുതൽ തന്നെ പ്രക്ഷുബ്ധമായ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ധർമ്മേന്ദ്ര പ്രധാൻ ഇന്ന് സഭയിൽ എത്തിയത് മുതൽ, അല്ലെങ്കിൽ പാർലമെന്റ് പരിസരത്ത് എത്തിയത് മുതൽ തന്നെ പ്രതിപക്ഷം വലിയ പ്രതിഷേധമാണ് ആരംഭിച്ചിട്ടുള്ളത്. മഹർദ്വാറിന് മുൻപിൽ NDAയും അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യവും ഒരുപോലെ പ്രതിഷേധിക്കുന്ന കാഴ്ചയ്ക്ക് ഇന്ന് പാർലമെന്റ് സാക്ഷ്യം വഹിച്ചു. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചെങ്കിലും സഭയ്ക്കുള്ളിൽ പ്രശ്നങ്ങൾ തീരുന്നില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. അദ്ദേഹത്തിന്റെ ഈ രാജിക്ക് പിന്നാലെ ഇപ്പോൾ അമിത്ഷാ മറുപടി നൽകണമെന്ന ആവശ്യമാണ് പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ അമിത്ഷാ മറുപടി പറയണമെന്നാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ഇതിന്റെ പ്രധാന കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് ഈ പാർലമെന്റിനകത്ത് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങൾ എന്ന് പറയുന്നത് പെല്ലറ്റ് അടക്കമുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് വിദ്യാർത്ഥികളെ നേരിട്ടു. ഡൽഹി പോലീസാണ് ഈ നടപടി സ്വീകരിച്ചത്. ഡൽഹി പോലീസിന് അതിനെ നിയന്ത്രിക്കാൻ അധികാരമുള്ള അമിത്ഷാ ഈ വിഷയത്തിൽ പ്രസ്താവന നടത്തണമെന്ന ആവശ്യം ഇപ്പോൾ പ്രതിപക്ഷം എന്തായാലും മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. ചോദ്യോത്തര വേളയിലേക്കാണ് സ്പീക്കർ ആദ്യം കടന്നത്. ആദ്യം കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നേടിയ കായിക താരങ്ങളെ അഭിനന്ദിച്ചു. അതിനുശേഷം ചോദ്യോത്തര വേളയിലേക്ക് കടന്നു. പക്ഷേ ആ ഘട്ടത്തിൽ പോലും വലിയ രീതിയിലുള്ള പ്രതിഷേധം സഭയ്ക്കുള്ളിലുണ്ടായി. എന്നാൽ ചർച്ചയ്ക്ക് അനുവദിക്കില്ല എന്ന നിലപാട് എന്തായാലും സ്പീക്കർ സ്വീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതേ തുടർന്നാണ് 12 മണിവരെ ലോക്സഭാ നടപടികൾ നിർത്തിവെച്ചത്. രാജ്യസഭയിലും സമാനമായ പ്രതിപക്ഷ പ്രതിഷേധമുണ്ടായി. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ രാജ്യസഭയിൽ സംസാരിക്കുകയാണ്. എന്തായാലും ഈ പാർലമെന്റിനകത്ത് ഈ നീറ്റ് പരീക്ഷാ ക്രമക്കേടും അതേ തുടർന്നുണ്ടായ പ്രശ്നങ്ങളും ഇന്നും ചർച്ചയാക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. പുതിയ ബില്ല് പാർലമെന്റിൽ ലോക്സഭയിൽ ഇന്ന് അവതരിപ്പിക്കാൻ പോവുകയാണ്. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട ഭേദഗതി ഉൾപ്പെടുത്തിയ ബില്ലാണ് ഇപ്പോൾ അവതരിപ്പിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിന് പ്രതിപക്ഷത്തിന്റെ സഹകരണം അഭ്യർത്ഥിച്ചിരുന്നു. എന്നാൽ ഈ വിഷയത്തിൽ വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ അതിക്രമത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി മറുപടി പറയാതെ ചർച്ചയുമായി സഹകരിക്കില്ല എന്ന നിലപാടിലാണ് ഇപ്പോൾ എന്തായാലും പ്രതിപക്ഷ പാർട്ടികൾ ഉള്ളത്. ഇക്കാര്യത്തിൽ ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി തന്നെ നിലപാട് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. വിഷ്ണു പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്. 1 മണിക്കൂർ സമയത്തേക്കാണ് ഇപ്പോൾ ലോക്സഭ നിർത്തിവെച്ചിരിക്കുന്നത്. പ്രതിഷേധവുമായി തന്നെയാണ് പ്രതിപക്ഷം തുടക്കത്തിൽ തന്നെ, അതായത് സഭ സമ്മേളിക്കുന്നതിന് മുൻപ് തന്നെ രംഗത്തെത്തിയത്. രാജ്യസഭയും ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ്. ഈ വിഷയത്തിൽ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് പ്രതിപക്ഷം ആലോചിക്കുന്നത്. പ്രധാന്റെ രാജിയോടെ കാര്യങ്ങൾ തീരുന്നില്ല, മറിച്ച് അടുത്ത ഘട്ടം എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് നേരെ ശാരീരികമായ ആക്രമണം, പെല്ലറ്റ് ഗൺ ഉൾപ്പെടെ ഉപയോഗിച്ചു എന്നത് മുൻനിർത്തി ആഭ്യന്തര മന്ത്രിക്കെതിരെ, അമിത്ഷാക്കെതിരെ പ്രതിഷേധവും ആക്രമണവും കടുപ്പിക്കാനാണ് ഇപ്പോൾ പ്രതിപക്ഷം ലക്ഷ്യമിടുന്നത്. അതിന് മുന്നോടിയായി അല്പസമയം മുൻപ് രാഹുൽ ഗാന്ധി പങ്കുവച്ച കുറിപ്പ് നമ്മൾ കണ്ടു. അതിലടക്കം പറയുന്നത് AK-47 അടക്കം വിദ്യാർത്ഥികൾക്ക് നേരെ ഉപയോഗിച്ചു എന്നതാണ്. അങ്ങനെ വളരെ ഗൗരവമായി ഈ വിഷയം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇപ്പോൾ പ്രതിപക്ഷം ആലോചിക്കുന്നത്. വിഷ്ണു ഒരിക്കൽ കൂടിയുണ്ട്. വിഷ്ണു, ഇന്ന് നിർണായകമായ പല സംഭവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. ഡൽഹി സംഘർഷത്തിനെതിരെ സുപ്രീം കോടതിയിൽ ഒരു നിർണായക നിരീക്ഷണമൊക്കെ വരുന്നുണ്ട്. ഈ വിദ്യാർത്ഥികൾക്കെതിരായ അക്രമം, പെല്ലറ്റ് ഗൺ ഉൾപ്പെടെ ഭീകരവാദികളെ നേരിടുന്നത് മാതിരി രാജ്യത്തെ വിദ്യാഭ്യാസ സംവിധാനത്തിലെ പിഴവുകൾ ചൂണ്ടിക്കാണിച്ച് പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ അത്തരത്തിൽ കൈകാര്യം ചെയ്തു എന്നത് അത്ര നിസ്സാരമായി വിടാൻ പ്രതിപക്ഷം ഉദ്ദേശിച്ചിട്ടില്ല എന്നല്ലേ? തീർച്ചയായും. കാരണം ഈ വിദ്യാർത്ഥികൾക്ക് നേരെ ഉണ്ടായ ആക്രമണം എന്ന് പറയുന്നത് അതീവ ഗുരുതര സ്വഭാവത്തിൽ തന്നെയാണ് എന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇതിന്റെ പ്രധാന കാരണമായി തന്നെ ചൂണ്ടിക്കാട്ടുന്ന മറ്റൊരു കാര്യം, RAF-ൽ പോലും ഇത് സംബന്ധിച്ച ഒരു വിമർശനം ഉയർന്നിട്ടുണ്ട്. വിദ്യാർത്ഥികളെ നേരിട്ടതിൽ ക്രമം തെറ്റിച്ചു, അല്ലെങ്കിൽ ഇത്തരത്തിൽ സംഘർഷങ്ങളെ നേരിടുന്നതിൽ ക്രമം തെറ്റിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ എന്തായാലും പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്നത്. ഇത് RAF സംബന്ധിച്ച ഒരു കാര്യമാണ്. ആഭ്യന്തര പരിശോധനയിൽ പെല്ലറ്റ് ഉൾപ്പെടെ ഉപയോഗിച്ചു എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. 7 റൗണ്ട് വെടിവെച്ചു, അതിൽ 5 റൗണ്ട് വിദ്യാർത്ഥികൾക്ക്
കണ്ടു. 2 റൗണ്ട് തറയിൽ പോയി എന്നതടക്കമുള്ള വിശദാംശങ്ങൾ ആഭ്യന്തര പരിശോധനയിൽ പുറത്തു വന്നിട്ടുണ്ട്. CRPFന്റെ വക ആഭ്യന്തര പരിശോധനയും അന്വേഷണവും നടക്കുന്നുണ്ട്. എന്തായാലും ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്ന് RAF സമ്മതിക്കുകയാണ്. വിദ്യാർത്ഥികളാണ്, 20 വയസ്സും 25 വയസ്സിനും ഇടയിൽ പ്രായമുള്ള വിദ്യാർത്ഥികളാണ്. അവർക്ക് നേരെ ഇത്തരത്തിലൊരു അതിക്രമം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതിൽ എന്തായാലും ആഭ്യന്തരമന്ത്രി മറുപടി പറയണമെന്ന നിലപാടിലേക്കാണ് ഇപ്പോഴെന്തായാലും പ്രതിപക്ഷ പാർട്ടികൾ കടക്കുന്നത്. പ്രധാനമായും ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ വിഷയത്തിൽ ഒരു പ്രസ്താവന പാർലമെന്റിൽ നടത്തണമെന്നതാണ് പ്രതിപക്ഷ പാർട്ടികളുടെ ആവശ്യം. നീറ്റ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയായിരുന്നു ഒരു ഘട്ടം വരെ ആവശ്യമെങ്കിൽ അത് വിദ്യാർത്ഥി സമരത്തിലൂടെ സാധ്യമാവുകയും ചെയ്തു. ധർമ്മേന്ദ്ര പ്രധാൻ ഇന്ന് മന്ത്രി അല്ലാതെ കേവലം ഒരു MP എന്ന നിലയിൽ ലോക്സഭയിൽ പങ്കെടുക്കാൻ എത്തുകയും ചെയ്തു. അദ്ദേഹം എത്തിയപ്പോൾ തന്നെ വലിയ പ്രതിഷേധം ഇന്ത്യ മുന്നണി നേതാക്കളുടെ ഭാഗത്തു നിന്ന്, പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന്, MP-മാരുടെ ഭാഗത്തു നിന്ന് പാർലമെന്റിന് മുൻപിലുണ്ടായി. ആ പ്രതിഷേധത്തിന് പിന്നാലെ അദ്ദേഹം സഭയിലെത്തുകയും ചെയ്തിരുന്നു. അദ്ദേഹം സഭയിലെത്തിയപ്പോൾ പ്രതിപക്ഷം വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്തു. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ചർച്ച ആവശ്യപ്പെട്ടുകൊണ്ട്, അമിത്ഷായുടെ പ്രസ്താവന ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം സഭയുടെ നടുത്തളത്തിൽ ഇറങ്ങിയപ്പോൾ പ്രതിരോധിക്കാൻ വേണ്ടി BJP അംഗങ്ങൾ കൂടി ഇറങ്ങുന്ന ഒരു കാഴ്ച നമ്മൾ ഇന്ന് എന്തായാലും പാർലമെന്റിൽ കണ്ടു. വർഷകാല സമ്മേളനത്തിന്റെ ആദ്യത്തെ ആഴ്ച കാര്യമായ ചർച്ചകളോ മറ്റൊന്നും തന്നെ നടക്കാതെ ഈ പ്രതിഷേധത്തെ തുടർന്ന് അത് തടസ്സപ്പെടുന്ന ഒരു സാഹചര്യമായിരുന്നു. രണ്ടാമത്തെ ആഴ്ചയിലും ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിക്ക് ശേഷമുള്ള ആഴ്ചയിലും ആദ്യ ദിനം തന്നെ സഭാ നടപടികൾ തടസ്സപ്പെടുന്നതിന് തന്നെയാണ് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്ന് സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. 12 മണിവരെ സഭാ നടപടികൾ നിർത്തിവെച്ചിരിക്കുകയാണ്. ഈ വിഷയത്തിൽ ഇനി